പ്ലാൻ, അതായത് ഗൈഡ് ലൈൻസ്, എങ്ങനെ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കാരണം ഇത് നമ്മുടെ പഠനത്തെ കൃത്യമായിട്ട് ബാധിക്കും. ഹായ് ഡിയേഴ്സ്, നമ്മുടെ 11ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടേമിന്റെ അവസാന സമയത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സാധാരണ ഈ സമയത്ത് വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരു മടുപ്പ്, ഒരു അലസത, ഒരു നിരാശയൊക്കെ തോന്നി ഒരു മടുപ്പിന്റെ ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പൊ തുടക്കത്തിലുള്ള ആവേശമൊക്കെ നഷ്ടപ്പെട്ട്, തുടക്കത്തിൽ നമ്മൾ വലിയ എക്സ്പെക്ടേഷനോട് കൂടിയായിട്ട് വന്നിട്ടുണ്ടാവും. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഐഡിയലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിനെ പറ്റി, നമ്മുടെ സബ്ജക്റ്റുകളെ പറ്റി, നമ്മുടെ സ്കൂളിനെ പറ്റി, നമ്മുടെ ഒപ്പമുള്ള സഹപാഠികളെ പറ്റി, ഫ്രണ്ട്സിനെ പറ്റിയൊക്കെ പല ഉണ്ടായിട്ടായിരിക്കും നമ്മൾ വന്നിട്ടുണ്ടാവുക. സോ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. അപ്പോൾ റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടെ സമയം അങ്ങോട്ട് കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ നമ്മുടെ എക്സ്പെക്ടേഷന് നമ്മുടെ റിയാലിറ്റിയും തമ്മിലുള്ള വൈരുദ്ധ്യം കാരണം സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ഒരു മടുപ്പും അലസതയൊക്കെ വരുന്നൊരു സ്റ്റേജാണിത്. ഓക്കെ, അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളതാണ്. ഇതിങ്ങനെ സംഭവിക്കാം എന്നുള്ള ഒരു അറിവാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. പിന്നെ അതിനെന്ത് ചെയ്യണം, അതിനെ ഓവർകം ചെയ്യാനുള്ള പ്ലാൻ, അതായത് ഗൈഡ് ലൈൻസ്, എങ്ങനെ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കാരണം ഇത് നമ്മുടെ പഠനത്തെ കൃത്യമായിട്ട് ബാധിക്കും. ഈ മടുപ്പും അലസതയും നിരാശതയും നമ്മളെ പഠനത്തെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ബാധിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തുന്നതിൽ നിന്നും നമ്മളെ തടയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. അപ്പോൾ അതിനെ കൃത്യമായിട്ടും ഓവർകം ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് നമ്മൾ സ്വയമായിട്ട് ഡെവലപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുകയോ ചെയ്ത് അതിനെ ഓവർകം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ലെവലിലേക്ക് വീണ്ടും ഇതിനെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ ഫസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ്, ഇത് നോർമലാണ്, ഇങ്ങനെ സംഭവിക്കുന്നതാണ്, എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. മോസ്റ്റ് ഓഫ് ദി കേസിൽ കുട്ടികൾക്ക് സംഭവിക്കുന്ന, ഭൂരിപക്ഷ കുട്ടികൾക്കും സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഇതിനെ ഓവർകം ചെയ്യുക എന്നുള്ളത്, അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെൽഫായിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വിഷയമാണ്. അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതും അതും വളരെ പ്രധാനപ്പെട്ട. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. കാരണം നമ്മൾ കൃത്യമായിട്ടൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് വന്ന ആൾക്കാരാണ്, അല്ലെ? നമ്മൾ കൃത്യമായി വെറുതെ ആരും പഠിക്കുന്നില്ലല്ലോ. കൃത്യമായ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്, പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. തീർച്ചയായിട്ടും എനിക്ക് സംസാരിക്കാൻ എളുപ്പമാണ്, പക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. അപ്പൊ പഠിക്കുക എന്നുള്ളത് പറയുന്നത് ഒരു റിസ്ക് ഉള്ള ജോബാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു. അത് നിർബന്ധമാണ്, അങ്ങനെ ഒരു സംഗതി തന്നെയാണ്. അല്ലാതെ ഇത് അതുകൊണ്ടാണല്ലോ പഠനം രസകരമാക്കാം എന്ന് ആ വിഷയത്തിൽ ആളുകൾ സംസാരിക്കാറുണ്ട്. എന്തുകൊണ്ട് രസകരമാക്കാം? അത് രസമില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ട്രാക്കിലായി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്ലോയിലേക്ക്, നമുക്കൊരു ഹാബിറ്റ് ഫോർമേഷൻ, പഠനത്തിൽ പഠിക്കുന്ന ഒരു ഹാബിറ്റ് നമുക്ക് ഉണ്ടായി തീർന്നാൽ ഇത് രസകരമാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു, ഇപ്പൊ നമ്മൾ സാധാരണ കുറെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും, നമ്മൾ കൃത്യമായിട്ട് സ്ട്രാറ്റജീസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കാം മേ ബി. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഞാനിവിടെ ഒരു 10 ടിപ്സ്, അതായത് ഈ പഠനത്തെ എഫക്റ്റീവ് ആക്കാനുള്ള ഒരു 10 ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ഇപ്പോൾ ഇത് നിങ്ങൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം, പക്ഷെ നമ്മൾ അതിനെ ഒന്ന് ഓർഡർ ചെയ്ത് ഒരു മൊത്തത്തിൽ ഇതുവരെ ഒരു പ്ലാൻ ഇല്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് എഫക്റ്റീവായിട്ട് പഠിക്കാനുള്ള ഒരു റൂട്ട് സെറ്റ് ചെയ്യാത്തവർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മുഴുവനായിട്ട് ഇത് ഏറ്റെടുക്കാം. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോഴേ സാധാരണ ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒന്ന് റെക്ടിഫൈ ചെയ്യാൻ, ഒന്നും കൂടെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റും, സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു 10 ടിപ്പുകളായിട്ടാണ് വന്നിട്ടുള്ളത് പഠനം എഫക്റ്റീവ് ആക്കാനുള്ള. അപ്പോൾ അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് എന്താ നോക്കിക്കുക നിങ്ങൾ, ഗെറ്റ് ഓർഗനൈസ്ഡ്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഗെറ്റ് ഓർഗനൈസ്ഡ്. അതായത് നമുക്ക് നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പഠന ഉപകരണങ്ങൾ, സാധനങ്ങൾ, സംവിധാനങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാവുക എന്നുള്ളത്, അത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് നമ്മൾ മാറുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. നമ്മൾ സാധാരണ എൽ കെ ജിയിൽ യു കെ ജിയിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോലെ അവർ കുട്ടികളാണ്, ചെറിയ മക്കളാണ്, നമ്മൾ വലിയ വലിയ മനുഷ്യന്മാരാണ്, അല്ലെ? അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും ഒരു സെൽഫ് കോൺഫിഡൻസ്, ക്ലാസ്സിൽ നമുക്ക് അന്തസ്സോടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഗനൈസ്ഡ് ആയിരിക്കണം. നമ്മൾ വിദ്യാർത്ഥിയാണ് എന്നുള്ള ഉറപ്പ്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പെരുമാറ്റം നമ്മളിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് കൃത്യമായി ക്ലാസ്സിൽ ഇരിക്കാനുള്ള ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ആ വിഷയത്തിൽ നമ്മൾ ഒരു തരത്തിലും അലസത കാണിക്കാൻ പാടില്ല. അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. നമ്മൾ ഓർഗനൈസ്, നാളെ ചെയ്യേണ്ട വർക്കുകൾ, കാര്യങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായ ധാരണയും പ്ലാനിങ്ങും നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മൾ കൃത്യനേരത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നവരായിരിക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും വെൽ ഇക്വിപ്ഡ് ആയിരിക്കണം എന്ന് അർത്ഥം. മനസ്സിലായില്ലേ? ഓക്കെ, സോ ദാറ്റ് ഈസ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് നോക്കി നിങ്ങൾ, ഡോണ്ട് സ്കിപ്പ് ക്ലാസ്. നമ്മൾ
എപ്പോഴും ക്ലാസ്സിൽ കുട്ടികളോട് പറയുന്നതാണ്, ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ മനുഷ്യരാണ് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവാം, യെസ് അല്ലെ, മനുഷ്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം, രോഗങ്ങൾ വരാം, വിഷയങ്ങൾ വരാം അല്ലെ. വീട്ടിൽ നമ്മൾ അടുത്ത നമ്മളെ സഹോദരന്റെ കല്യാണങ്ങൾ വരാം, വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഷയങ്ങൾ വന്നേക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, അങ്ങനെയുള്ള അവസരങ്ങളല്ലാതെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ക്ലാസ് സ്കിപ്പ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇപ്പൊ സാധാരണ നമ്മൾ ഒരു മാരത്തൺ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാവും, വേദനയുടെ, തലവേദന, പല്ലുവേദന, കാലുവേദന, മുട്ടുവേദന, വയറുവേദന. കേട്ടോ, ഒരു ദിവസം ക്ലാസ് പോകാൻ മടി കാണിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് എന്ത് ചെയ്യും, ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് അപ്ലൈ ചെയ്യും. യെസ്, സ്വാഭാവികമായിട്ട് സാധാരണ ക്ലാസ്സുകളിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി അത്. അപ്പൊ ഇത് നമ്മുടെ സ്വന്തം ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇന്നൊരു സ്ട്രോങ് തീരുമാനം എടുക്കാം. ക്ലാസ് എന്ത് ചെയ്യാൻ പറ്റൂല, മിസ് ചെയ്യാൻ പറ്റൂല. വളരെ എമർജൻസി, അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, അത് ഓക്കെയാണല്ലോ, നോർമലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമുള്ളൂ. അല്ലാത്ത സംഗതികൾക്ക് ക്ലാസ് മിസ് ചെയ്യാനേ പാടില്ല. ക്ലാസ് മിസ് ചെയ്താൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട വിഷയം, യെസ്, നമുക്ക് നമ്മുടെ പ്രസൻസ് ക്ലാസ്സിൽ ഉണ്ടാവാതിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒത്തിരി കണ്ടന്റ് നമുക്ക് നഷ്ടപ്പെടും. ക്ലാസ്സിൽ നമ്മുടെ പ്രസൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടും. ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധം, ടീച്ചേഴ്സായിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടും. ഓക്കെ, കണ്ടന്റ് പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കളക്ട് ചെയ്യാമെന്ന് വെച്ചാലും ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളും ഉണ്ടാവും. ഇനി ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ മിസ്സായി പോകും. ഇപ്പൊ ആസ് എ മാത്സ് ടീച്ചർ എനിക്കറിയാം, ഒരു മാത്സ് ടീച്ചർ ആയതുകൊണ്ട് ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ അടുത്ത കോൺസെപ്റ്റ് കുട്ടിക്ക് തിരിയൂല. മനസ്സിലായി? ഒരു ചാപ്റ്റർ മിസ്സായാലും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ മറ്റ് ചാപ്റ്റേഴ്സുകൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ കുട്ടിക്ക് എന്തുണ്ടാവും, ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ വരും, കൃത്യമായിട്ട് കാര്യങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആവാതെ വരും, സ്വാഭാവികമായിട്ട് മടുപ്പ് തോന്നും. അപ്പൊ കൃത്യമായിട്ട് ഉറപ്പിക്കണം, ഇനി ക്ലാസ് എന്ത് ചെയ്യാൻ പറ്റൂല, മിസ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, ഡോണ്ട് മിസ് യുവർ ക്ലാസ്. അടുത്ത നോക്ക്, ടേക്ക് നോട്ട്സ്. അതായത് ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആക്റ്റീവ് ആവുക എന്നുള്ളത് എന്താ, നമ്മൾ മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വേറെ വല്ല പണിക്കും പോവുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, അതല്ല ആക്ടിവിറ്റി. ഒരു ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് ടേക്ക് നോട്ട്സ്. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വ്യത്യസ്തമായ തരത്തിലുണ്ട്. ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒത്തിരി കാര്യം അധ്യാപകൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അത് മുഴുവൻ അദ്ദേഹം ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ടായിട്ട് തരൂല സാറ്. നിങ്ങളുടെ നോട്ട്സിൽ വളരെ അബ്സ്ട്രാക്ട് കണ്ടന്റുകളെ ഉണ്ടാവുള്ളൂ. പക്ഷെ അധ്യാപകൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. സോ ടേക്ക് ലെക്ചർ നോട്ട്സ്. അത് നമ്മുടെ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന, ഇംഗ്ലീഷിലോ മലയാളത്തിലോ അറബിയിലോ ഉറുദുവിലോ, എനിക്ക് ഏത് ഭാഷയാണോ നിങ്ങൾക്ക് മനസ്സിലാവും, സാധാരണ ഭാഷയിൽ എഴുതി വെച്ച് എന്ത് ചെയ്യണം, ഒരു ലെക്ചർ നോട്ട് നമ്മൾ തയ്യാറാക്കണം. പിന്നെ എക്സ്ട്രാ നമ്മൾ അധ്യാപകൻ തരുന്ന നോട്ട്സും ഉണ്ട്, അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. സോ ആക്റ്റീവ് ആയിരിക്കുക, ക്ലാസ്സിൽ ആക്റ്റീവ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. സോ ദ ഫോർത്ത്, നോക്ക്, ടോക്ക് ടു യുവർ ടീച്ചർ ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇത് വളരെ വലിയൊരു വിഷയമാണ്. ഒന്ന്, അധ്യാപകരുമായിട്ടുള്ള ബന്ധം, ടീച്ചേഴ്സുമായിട്ടുള്ള ബന്ധം ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ക്ലാസ്സിൽ സാധാരണ കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കാൻ മടിയാണ്, കുട്ടികൾ സംസാരിക്കൂല, നമ്മളോട് കാര്യങ്ങൾ ചോദിക്കൂല, അവർക്ക് മടിയാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ആസ്ക് ബ്ലണ്ടേഴ്സ്, അങ്ങനെ പറയാം കുട്ടികൾ ക്ലാസ്സിൽ നമ്മൾ സാധാരണ പറയാം ആസ്ക് ബ്ലണ്ടേഴ്സ്. കുട്ടികളാണ് ഇല്ലേ, കുട്ടി അവർക്ക് അറിയാത്ത കണ്ടന്റ് പഠിക്കാനാണല്ലോ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. സോ നമുക്ക് തോന്നുകയാണ് ഇത് ചോദിച്ചാൽ എന്താവും, പൊട്ടത്തരാവും, അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. ചോദ്യങ്ങൾ ചോദിക്കണം, കൃത്യമായിട്ട് ചോദിക്കണം. കാര്യങ്ങൾ നമ്മൾ വെറുതെ സംശയം വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാവാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും നിരാശ ബാധിക്കും. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അധ്യാപകരുമായിട്ടുള്ള ബന്ധം, അതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതിനുള്ള അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. കിട്ടുന്ന സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം മാക്സിമം. ഓക്കെ, അധ്യാപകരെ, ടീച്ചേഴ്സിനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. നമുക്ക് കിട്ടിയ അവസരങ്ങളെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡിലേക്ക് കാര്യങ്ങൾ പോകും. നല്ല ബന്ധം ഉണ്ടാക്കണം, ടീച്ചേഴ്സുമായിട്ട് നല്ല ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. ഓക്കെ, നോക്ക് അടുത്ത നോക്ക്, വളരെ ഇമ്പോർട്ടൻ്റ്. അടുത്ത പോയിന്റ്, അഞ്ചാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ ഓരോ പോയിന്റ് പറയുമ്പോഴും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആകെ 10 പോയിന്റ്. ഈ 10 പോയിന്റ് ഇമ്പോർട്ടൻ്റാണ് കേട്ടോ. ഓരോ പോയിന്റ് നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ച് നിർത്തണം. ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. സ്പേസ് ഔട്ട് യുവർ സ്റ്റഡിങ്. സാധാരണ നമ്മളൊരു കണ്ടന്റ്, ഇപ്പോൾ സാധാരണ അല്ലേ നമ്മൾ ഓവർ മോട്ടിവേറ്റഡ് ആയി ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഓവർ മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പണി എന്താ, ഇന്ന് മുതൽ ഞാൻ പഠിക്കും, ഒരു 5 മണിക്കൂർ 10 മണിക്കൂറൊക്കെ പഠിക്കും. ആദ്യത്തെ ദിവസം ഒരു 5 മണിക്കൂർ പഠിച്ച് പിറ്റേ ദിവസം തീരെ പഠിക്കാത്ത അവസ്ഥേനേക്കാൾ നല്ലത് എന്താണ്, ഒരു ലോങ് റൺ എടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ചെറിയ ഷോർട്ട് റൺസ്.
സോ അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ട് പഠിക്കുന്ന കണ്ടന്റ് തലയിൽ കയറാനും കിട്ടിയ കണ്ടന്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും സാധിക്കും. മനസ്സിലായില്ലേ? ഇപ്പം ഒരൊറ്റ ഫുൾ ഫ്ലഡ്ജിൽ നമ്മൾ പഠിക്കുന്നതിന് വരെ കഷ്ടം കഷ്ടം. അതിപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു 5 മണിക്കൂർ ഒരു ദിവസം പഠിക്കണേക്കാൾ നല്ലത് എന്താ? എല്ലാ ദിവസവും 2 മണിക്കൂർ പഠിക്കണം. ഒരു ദിവസം 5 മണിക്കൂർ പഠിച്ച് പിറ്റേന്ന് തീരെ പഠിക്കാതെ ഔട്ടായി പോകുന്ന റേഞ്ചിൽ ഔട്ട് ഓഫ് റേഞ്ച് ആവുന്നേക്കാൾ എന്താ? എല്ലാ ദിവസവും 2 മണിക്കൂർ പഠിക്കുന്നതാണ്. സോ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ട്. മനസ്സിലായില്ല? അപ്പോൾ കൃത്യമായ ഹാബിറ്റ് ഫോർമേഷൻ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ വരാൻ കാരണമാകും. പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടും അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഈ പറഞ്ഞ സ്പേസ് ഔട്ട് യുവർ സ്റ്റഡി. എന്ത് ചെയ്യുക? അതിനെ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. ഓക്കെ, സോ അടുത്ത നോക്കിക്കുക, നിങ്ങൾ ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ്. ഒരു പ്ലാൻ, ഈ പ്ലാനിൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, അതായത് ഇതിൻ്റെ എക്സ്പ്ലനേഷനുകൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക, അതിൽ സ്റ്റിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം കുട്ടികളും സ്റ്റഡി പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ സ്റ്റിക്ക് ചെയ്യാൻ കഴിയില്ല. ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഓൾ ഹ്യൂമൻസ് ആർ ഡിഫറെൻറ്റ്. എല്ലാ മനുഷ്യരും ഡിഫറൻ്റ് ആണ്. ഇപ്പം ഞാൻ നിങ്ങളെപ്പോലെയല്ല, നിങ്ങൾ എന്നെ പോലെയല്ല. ചില കാര്യങ്ങളിൽ സാമ്യം ഉണ്ടാവാമെന്നല്ലാതെ ഒരിക്കലും ആരും ഒരുപോലെയല്ല. അപ്പം നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷയം എന്താ? നമ്മൾ ഉണ്ടാക്കിയ നമ്മളെ പ്ലാൻ അല്ല, അതാ വിഷയം. നമ്മളെ ഫ്രണ്ടിൻ്റെ പ്ലാനാണ് ചെയ്തിട്ടുണ്ട്, അതെങ്ങനെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ കഴിയുക? ഫസ്റ്റ് നിങ്ങളെ സ്വന്തമായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. എനിക്ക് ഏത് പ്ലാനാണ് ഫോം ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പ്ലാൻ ചെയ്യാൻ പറ്റുക, ഏത് പ്ലാനാണ് എനിക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുക, എനിക്ക് പറ്റിയ പ്ലാൻ ഏതാ, അതിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ അപ്പുറത്തിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട് ഏത് പ്ലാനാണോ ചെയ്യുന്നത് അത് ഫോളോ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കൂല, അതാ സ്റ്റിക്ക് ചെയ്യാൻ പറ്റാത്തത്. ഓരോരുത്തർക്ക് ഹാബിറ്റ് ഓരോരുത്തരും ഓരോ ഡിഫറൻറ്റ്. ചില ആൾക്കാർ രാത്രി ഇരുന്ന് പഠിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ രാവിലെ ഇരുന്ന് പഠിക്കുന്നവരായിരിക്കും, ചില ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പഠിക്കുന്നവർ, ചില തോന്നുമ്പോൾ പഠിക്കുന്നവരായിരിക്കാം. പല ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഓരോരുത്തരുടെ അവസ്ഥക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടതിനോ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കും, അത് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് അതായത് ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ സ്റ്റിക്ക് ചെയ്യാൻ ചെറിയ പ്രയാസമുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര പ്രയാസമില്ല നമ്മുടെ പ്ലാൻ ആണെങ്കിൽ. സോ ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ ആൻഡ് സ്റ്റിക്ക്. റെഡി? സോ അടുത്ത നോക്കിക്കേ, ഡോണ്ട് ജസ്റ്റ് റീഡ് ബട്ട് സ്റ്റഡി. വെറുതെ, അതായത് നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? കയറിയിരിക്കും, ഇങ്ങനെ വായിച്ചുകൊണ്ട് പോകും. മനസ്സിലായില്ലേ? ഇങ്ങനെ വായിച്ചും കൊണ്ടേ ഇരിക്കും. എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ വളരെ പറയുന്ന കാര്യമാണ്, ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ ബുദ്ധി കൊണ്ടാണ് ക്ലാസ്സിലിരിക്കേണ്ടത്, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടാണ് നമ്മൾ പഠിക്കാനിരിക്കേണ്ടത്. നമ്മളിങ്ങനെ ഇരിക്കും, ഇങ്ങനെ വായിക്കുന്ന പുസ്തകം, ഇങ്ങനെ ബയോളജി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അങ്ങനെ വായിക്കുന്നുണ്ടോ, ഇതെന്താ വായിക്കണമെന്നോ എന്താ ഞാൻ ചെയ്യണമെന്നോ അങ്ങനെ ഒരു സംഗതിയെ ആൾ ചിന്തിക്കുന്നുണ്ടോ, അല്ല മൈൻഡ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. സോ വെറുതെ വായിക്കരുത്, വെറുതെ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. നമുക്കിങ്ങനെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഇരുന്നിട്ടുണ്ട്, ഞാൻ പഠിക്കാൻ ഇരുന്നിട്ടുണ്ട്, ഞാൻ ഇത്ര സമയം ഇരുന്നിട്ടുണ്ട് എന്ന് സ്വയം സമാധാനിക്കുകയും നമ്മളെ പാരൻസിനെ സമാധാനിപ്പിക്കുകയും ചെയ്യാം എന്നല്ലാതെ അതുകൊണ്ടൊരു ഔട്ട്പുട്ട് ഉണ്ടാവില്ല. സോ എന്താ പറഞ്ഞ്? ബട്ട് സ്റ്റഡി, പഠിക്കുക. കേട്ടതൊക്കെ ഇത് വെറുതെ കൊടുത്തല്ല, അതൊക്കെ കേട്ടാ പഠിച്ച ബൾബ് കത്തും, പഠിച്ചാൽ ബൾബ് കത്തും. സോ എഗെയിൻ ആൻഡ് എഗെയിൻ വായിച്ചോ, കുഴപ്പമില്ല. റീഡ് എഗെയിൻ ആൻഡ് എഗെയിൻ വായിച്ചോ, പുതിയ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലേക്ക് വരും. അതിനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കുറച്ച് സ്ട്രെയിൻ കൊടുക്കണം, സ്ട്രെയിൻ കൊടുക്കണം, നമ്മളെ മനസ്സിലേക്ക് ഒന്നിങ്ങോട്ട് ശ്രദ്ധിപ്പിക്കണം. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയണം, ഒക്കെ മാറ്റി നിർത്തണം. അത്യാവശ്യ കാര്യങ്ങൾക്ക് അല്ലാതെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ അടുത്ത് വെക്കരുത്. ഫോണ് അത്യാവശ്യം അല്ലേ, നമ്മളൊരു വേറൊരു ലോകത്തപ്പോൾ ഉള്ളത് അല്ലേ, ഒരു ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ടുള്ളൊരു ലോകമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആവശ്യത്തിന് ഉപയോഗിക്കാം. അതിന് നമ്മളിലേക്ക് എന്ത് ചെയ്യരുത്? യെസ്, നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതല്ലാതെ നമ്മളെ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റെഡി? നോക്കടാ, സെറ്റപ്പ് എ ക്വയറ്റ് സ്റ്റഡി സ്പേസ്. ഇത് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡി സ്പേസ് ഒക്കെ നമുക്ക് അടിപൊളി സ്റ്റഡി സ്പേസ് ഒക്കെ നമ്മളെ വീട്ടുകാർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി അങ്ങനെ സെറ്റ് ചെയ്യാത്തവർ എന്തായാലും സ്വന്തമായിട്ട് സ്പേസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും പഠിക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ ആയാലും യെസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റും കൂടി ഇതിൽ വരുന്നുണ്ട്. ഡിസ്റ്റർബ് ചെയ്യുന്ന സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്പേസ്. ഓക്കെ, പക്ഷേ അത് ഉറങ്ങാനാവരുത്. മനസ്സിലായി? 2 മണിക്കൂർ പഠിക്കാൻ പ്ലാൻ ചെയ്ത് 10 മിനിറ്റ് പോയിരുന്ന് കിടന്നുറങ്ങി, അതിനാവരുത് ക്വയറ്റ്. അതായത് നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് വേറെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന സംഗതികൾ നമ്മളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുക എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ നല്ല ശാന്തമായ റൂം, നല്ല സുഖകരമായ അന്തരീക്ഷം, നന്നായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു സ്പേസ് അല്ല. സോ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അടുത്ത നോക്കി, നിങ്ങൾ ടെസ്റ്റ് യുവർ സെൽഫ്. അസസ് ചെയ്യാനുള്ള, സ്വന്തം അസസ് ചെയ്യാനുള്ള, സെൽഫ് അസസ് ചെയ്യാനുള്ള ഒരവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ മാത്സിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 29 ഐഡന്റിറ്റീസ് പഠിക്കാണ്ട് എല്ലാം പഠിപ്പിച്ച്
പിറ്റേന്ന് ക്ലാസ്സിൽ വരുമ്പോൾ സാറ് ചോദിക്കുക, എല്ലാവരോടും ചോദിക്കും എന്ന് പറഞ്ഞ്. സോ അതിനെ നിങ്ങൾ എന്താക്കി എടുക്കണം, അതിനൊരു അവസരമാക്കി ഉപയോഗിക്കണം. അന്ന് തലേന്ന് ഒന്ന് മൊത്തം പഠിച്ചിട്ട് വേണം ക്ലാസ്സിൽ പോകാൻ. അപ്പോൾ അവിടെ ആ അസസ്മെന്റിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പഠിച്ചോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ടെസ്റ്റ് യുവർ സെൽഫ്. അതിന് വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളുണ്ട്, പലതരത്തിലുള്ള എക്സാമുകളുണ്ട്. അസസ് ചെയ്യാനുള്ള അവസരങ്ങളെ നമ്മൾ എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത്. അത് നമ്മളൊരു പ്രശ്നമാക്കി മനസ്സിലാക്കാതെ അതൊരു അവസരമായിട്ട് ഉപയോഗിക്കുക. മനസ്സിലായി? അതായത് അസസ് ചെയ്തുകൊണ്ടേയിരിക്കണം. കണ്ടിന്യൂസ് ഇവാലുവേഷൻ നമ്മളിൽ ഉണ്ടാവണം. പഠിച്ചിട്ടുണ്ടോ? അതിനെന്ത് ചെയ്യുക? അപ്പോൾ മാത്സിനെ സംബന്ധിച്ച് മാത്സും ഫിസിക്സ് ആകുമ്പോൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് ചെയ്യണം. തിയറി പഠിച്ചു, പ്രോബ്ലംസ് ചെയ്ത് തന്നെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്, യു ആർ ക്വാളിഫൈഡ്. അങ്ങനെ പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. മോർ നമ്പർ ഓഫ് ടെസ്റ്റ്, മോർ നമ്പർ ഓഫ് എക്സാമുകളൊക്കെ നമ്മൾ അവസരമാക്കി എടുക്കണം. ഒരു എക്സാം നടത്തുന്നുണ്ട്, സോ നമ്മൾ പിന്നെ അതൊരു ഭാരമായിട്ട് കാണാതെ എന്ത് ചെയ്യുക, ഇത്ര ടോപ്പിക്ക് തന്നിട്ടുണ്ട്, നമുക്ക് എത്രയാണോ പഠിക്കാൻ പറ്റുന്നത് അത്രയും പഠിച്ചിട്ട് അത് പോയി എഴുതണം. സോ അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ടെസ്റ്റ് യുവർ സെൽഫ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദ ലാസ്റ്റ് ഒന്ന് നോക്കിയാൽ ഫൈൻഡ് എ സ്റ്റഡി ബഡി ഓർ ജോയിൻ എ സ്റ്റഡി ഗ്രൂപ്പ്. ഒരു സ്റ്റഡി ബഡീനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു സ്റ്റഡി ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം യെസ്, ഒരാൾ നമുക്ക് കമ്പാനിയൻ ഉണ്ടെങ്കിൽ അത് വിചാരിച്ചിട്ട് നിങ്ങൾ ബെസ്റ്റിനെ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ ആ പോയിന്റ് പറയാണ്. നമുക്ക് യെസ് സ്റ്റഡി ബഡി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വേറെ തരത്തിലേക്ക്, ആ തരത്തിലുള്ള ബഡീസ് ഒന്നുമല്ല, പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള ബഡീസ്, ആ തരത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുക. അല്ലാതെ എല്ലാത്തിനും പറ്റുന്ന ഒരു ഫ്രണ്ടിനെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു, എന്നിട്ട് എല്ലാ അപകടത്തിലും പോയി ചാടുന്ന തരത്തിലേക്ക് ആവരുത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സ്റ്റഡി ഗ്രൂപ്പ് അങ്ങനെ ഫോം ചെയ്യാം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ ഒരേ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾ തന്നെ ഒരു നാട്ടിൽ വരുന്ന അടുത്തടുത്ത വീടുകളിലുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, അപ്പോൾ എന്താ, ഒന്നോ രണ്ടോ ആൾക്കാർക്ക് പഠിക്കാൻ മൂടില്ലെങ്കിൽ മറ്റൊരു മൂടുണ്ട്, അപ്പോൾ അവരെയും കൂടെ കൂടുമ്പോൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ ഉഷാറായിട്ട് പഠിക്കാൻ പറ്റും. ഷെയർ ചെയ്യാം, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. യെസ്, അപ്പോൾ അതേപോലെ നമുക്ക് ശരിക്കും ഒരാൾ കിട്ടിയാൽ മതി. ശരിക്കും നല്ലൊരാൾ നമുക്ക് കമ്പാനിയനായി കിട്ടിയാൽ തന്നെ യെസ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തർക്ക് ഡിഫറൻറ്റ് മൂഡിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. സോ അത് നല്ല ഒരു കാര്യമാണ്. എന്ത്, യെസ്, ഒരു ബഡി ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തുണ്ടാവുക, ഒരു ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യുക എന്നുള്ളത്. ഗ്രൂപ്പ് സ്റ്റഡി, കമ്പൈൻ സ്റ്റഡി എന്നൊക്കെ പറയില്ലേ. പക്ഷെ അത് പഠിക്കാനായിരിക്കണം. അത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് പഠിക്കുന്നതാണ് ബെസ്റ്റ്. ചില ആൾക്കാരുണ്ട്, ഞാൻ പറയാം, വ്യത്യസ്തരാണ്. ഈ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനായിരിക്കും. എന്നാലും ചില സാഹചര്യത്തിൽ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് വേണ്ടി വന്നേക്കാം. എന്നാലും ഒരു 90% ആളുകളും യെസ് ഒരു ഗ്രൂപ്പ് സ്റ്റഡി എന്ത് ചെയ്യുന്നതാണ്, ആഗ്രഹിക്കുന്നതാണ്. കാരണം ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനും കുറച്ചും കൂടെ ഒക്കെ എൻ്റർടൈൻഡ് ആയിട്ട് പഠിക്കാനും ഒക്കെ പറ്റും. ഓക്കെ, അത് അക്കോർഡിംഗ് ടു യുവർ സെൽഫ്. അത് നമുക്കനുസരിച്ച് നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ എന്ത് ചെയ്യരുത്, പോയി അപകടത്തിൽ പോയി ചാടരുത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 10 പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ 10 പോയിന്റ്സും നിങ്ങൾ മനസ്സിൽ വെക്കുക. അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഒരു സാച്ചുറേഷൻ പോയിന്റ് നമുക്ക് മറികടക്കാൻ പറ്റും. ഇത് മറികടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ യെസ് ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഇത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, സോ നന്നായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.